എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കാട്ടാക്കടയാണ് കേട്ടോ. കാത്തിരിപ്പുകൾക്കൊടുവിൽ കാട്ടാൽ ഫെസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. മെയ് 22 മുതൽ മെയ് 31 വരെയാണ് നമ്മുടെ കാട്ടാൽ ഫെസ്റ്റ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യങ്ങളെ പോലെ അല്ലെങ്കിൽ അതിൽ നിന്നും ഗംഭീരമായിട്ട് തന്നെ ഇപ്രാവശ്യവും കാട്ടാൽ ഫെസ്റ്റിനെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. മുഖ്യ ആകർഷണമായിട്ടുള്ള പുസ്തക സ്റ്റോളുകൾ വളരെ ഗംഭീരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കാണുന്ന മേള കാഴ്ചകൾ, അതായത് സ്റ്റോളുകൾ, കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്റ്റോളുകൾ ഇപ്രാവശ്യവും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാംസ്, അത് മെയിനായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ സബായിട്ടുള്ള പ്രോഗ്രാംസ്, സംവാദങ്ങൾ, ചർച്ചകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാട്ടാൽ പുസ്തകമേള എന്ന് പറയുന്നത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവർക്കൊരു പേജുണ്ട്. അതിൽ നിന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ പ്രോഗ്രാംസും കിട്ടുന്നതാണ് കേട്ടോ. വെറൈറ്റി ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുഡ് കോർട്ടുകൾ റെഡി ആയിട്ടുണ്ട്. നമ്മളെ സ്ഥിരം ഭക്ഷണം അല്ലാതുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാം കൈകൊട്ടിക്കളിയാണ്, അത് മത്സരമായിരുന്നു, അത് കാണാൻ പറ്റി. അതുപോലെ എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാംസ് വളരെ മനോഹരമായിട്ട് നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ ഗംഭീരമായിട്ട് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ പങ്കെടുക്കാമെന്നുള്ള രീതിയിൽ തന്നെ റൈഡുകൾ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നാടകങ്ങൾ, ഗാനമേള, അതുപോലെ തന്നെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കാട്ടാൽ ഫെസ്റ്റിനെ കുറിച്ചുള്ള ചുരുങ്ങിയ വിവരങ്ങൾ. വളരെ ഗംഭീരമായിട്ട് തന്നെ ഇപ്രാവശ്യവും കാട്ടാൽ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അറിഞ്ഞില്ലാത്ത കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കാനും മറക്കണ്ട. അടുത്ത ഒരു വിശേഷമായിട്ട് കാണാം കേട്ടോ. ബൈ.